ഞാൻ ഒരു കലാകാരിയാണ്, ഒരു ആർട്ടിസ്റ്റാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. 2023 എനിക്ക് ക്യാൻസർ വന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ പുലർച്ചെ സ്വപ്നം കാണുകയാണ്, ജയ മകൾക്ക് എന്തോ ക്ഷീണമുണ്ട്, അവളോട് ബ്രസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയണം. അപ്പം ഞാൻ പിറ്റേന്ന് രാവിലെ മോള് ഫോൺ ചെയ്തപ്പോൾ, മോള് ഹൈദരാബാദാണ്, ഫോൺ ചെയ്ത സമയത്ത് ഞാൻ മകളോട് ചോദിക്കുകയാണ്, മോളെ നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, ക്ഷീണമുണ്ടോ, മോള് കുളിക്കുമ്പോൾ ഒക്കെ ബ്രസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇല്ല അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഫോൺ ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ കൈ വെച്ചപ്പോൾ എനിക്കെന്തോ ഫീൽ ചെയ്യണേ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ പുള്ളിയാണ് ഫസ്റ്റ് വിളിച്ചത്. ഞാൻ ഡോക്ടറെ എനിക്കിങ്ങനെ എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ടെൻഷനാണെങ്കിൽ നീ പോയിട്ടൊരു മാമോഗ്രാം ചെയ്യും. ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ബയോപ്സിക്കൊക്കെ പറയുമ്പോൾ എനിക്ക് ബോധ്യമായി എനിക്കെന്തോ സംതിങ് ഉണ്ട്. 10 ദിവസത്തെ ഗ്യാപ്പിൽ നാട്ടിൽ വന്ന വലിയൊരു ഡ്രീമിൻ്റെ പുറകെ ഒരു 50% അല്ലെങ്കിൽ ഒരു 25% ഓക്കെ ആയി, എൻ്റെ ഓൺ പ്രൊജക്റ്റ് ഓക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ആരായാലും ഡൗൺ ആവും. എൻ്റെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുഴുവനും ബേബി ഹോസ്പിറ്റലിലാണ്. ഇപ്പോഴും ഞാൻ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു നഖം മുറിഞ്ഞു പോയാൽ പോലും ഒത്തിരി ടെൻഷനാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ബ്രസ്റ്റ് റിമൂവ് ആവുക എന്ന് പറയുന്നത് അവരനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ, അവരുടെ ഒരു ഫീലിങ്സ് മറ്റുള്ളവർക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അവർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എൻ്റെ ബ്രസ്റ്റ് 3rd സ്റ്റേജ് ആയിട്ട് റിമൂവ് ചെയ്യാൻ ഉള്ളൊരവസ്ഥ തന്നെയായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ജയ ഇത് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഡോക്ടറെ ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ എന്തെങ്കിലും മാർഗമുണ്ടോ? കാരണം നമ്മൾ ചോദിച്ചു പോകും. എൻ്റെ ക്യാൻസർ മുഴുവൻ റിമൂവ് ചെയ്തു, ബ്രസ്റ്റ് അങ്ങനെ തന്നെ നിലനിർത്തി എന്നുള്ളത് ഇന്ന് എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നുക. എന്നെ സർജറി ചെയ്തത് അന്നമ്മമായിരുന്നു. ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നെ ആദ്യം ഫസ്റ്റ് കീമോ ചെയ്തിരുന്ന അജ്മൽ സാറായിരുന്നു. ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന നിതിൻ സാറാണ്. നിതിൻ സാർ എന്ന് പറഞ്ഞാൽ കട്ട സപ്പോർട്ടാണ്. എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുക, ജയ നിൻ്റെ സിനിമ എന്തായി, നിൻ്റെ കാര്യങ്ങൾ എന്തായി, ഇത് വിട്ടേക്കൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന സപ്പോർട്ട് ഏറ്റവും ഭയങ്കരമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി സപ്പോർട്ട് അല്ലേ. നമ്മളെ മനസ്സിലാക്കി, നമ്മൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കി, സിമ്പതി ഒന്നുമല്ലാതെ നമ്മളെന്താണെന്ന് അനുഭവിക്കുന്നത് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുന്നൊരു ഫാമിലി. എനിക്ക് എൻ്റെ 2 മക്കളും പെൺകുട്ടികളാണ്. അവർ എനിക്ക് കട്ട സപ്പോർട്ടായിരുന്നു, ഇടവും ബലവും എൻ്റെ ധൈര്യം. പിന്നെ എന്നെ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ട് നടന്ന് നോക്കിയ എൻ്റെ ഹസ്ബൻഡ്. ഞാൻ എത്ര എന്താ പറയുക, ഈ ജന്മം മുഴുവൻ അവരെത്ര സ്നേഹിച്ചാലും എനിക്ക് മതി വരികയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബൈസ്റ്റാൻഡർ സപ്പോർട്ട് ആയാലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ എല്ലാവർക്കും കഴിയട്ടെ.